ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനിന്റെ ഒരു ചിത്രവും കൊടുത്ത് നമുക്കും വേണ്ടേ ഒരു അതിവേഗ റെയിൽ പദ്ധതി എന്ന് പണ്ട് വാർത്ത കൊടുത്തത് മലയാള മനോരമയാണ്. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ പദ്ധതിയെക്കുറിച്ച് പഠനം നടത്താൻ കോടികളാണെന്ന് ചെലവഴിച്ചത്. അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഇടതുപക്ഷം ഇക്കാര്യത്തിൽ സർക്കാരിന് എല്ലാവിധ പിന്തുണയും നൽകി. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ ആ പദ്ധതി വഴിയിൽ ഉപേക്ഷിച്ചു. അതിനുവേണ്ടി ചെലവഴിച്ച കോടികൾ സ്വാഹ. എന്നാൽ അന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച അതിവേഗ റെയിൽ കോറിഡോർ പദ്ധതിയുടെ പകുതി ചെലവിനാണ് പിന്നീട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാർ സിൽവർ ലൈൻ അഥവാ കെ റെയിൽ പദ്ധതി ആസൂത്രണം ചെയ്തത്. അപ്പോഴേക്ക് അതിനെതിരെ വലിയ തോതിലുള്ള എതിർപ്പുമായി രംഗത്ത് വന്നത് UDF BJP മാത്രമല്ല, മുമ്പ് നമുക്കും വേണ്ടേ അതിവേഗ ട്രെയിൻ എന്ന് പറഞ്ഞ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ കൂടിയാണ്. ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ കൊണ്ടുവരാൻ നോക്കിയ UDFകാർ പിന്നെ ചോദിച്ചത് ആർക്കത്ര തിരക്ക് എന്നാണ്. പിന്നെ കണ്ടത് കെ റെയിലിന് വേണ്ടി സ്ഥാപിച്ച മഞ്ഞക്കുറ്റി പറിക്കാൻ തോളോട് തോൾ ചേർന്നിറങ്ങിയ കോൺഗ്രസിനെയും ലീഗിനെയും BJPയെയും ഒരുമിച്ചാണ്. ഇടത് സർക്കാർ കൊണ്ടുവന്ന എല്ലാ വികസന പദ്ധതികളെയും എതിർക്കുക എന്നത് മാത്രമായിരുന്നു UDFന്റെ അജണ്ട. നാഷണൽ ഹൈവേ നടപ്പിലാക്കി അത് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് പിണറായി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഇഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അന്ന് പറഞ്ഞത്. ആ പറഞ്ഞ കെ മുരളീധരന് ഒരു ഉളുപ്പുമില്ലാതെ അതേ ദേശീയപാതയിലൂടെ തന്നെയാണ് ഇപ്പോഴും പോകുന്നതും വരുന്നതും. തീരദേശ ഹൈവേക്കെതിരെ സമരം പ്രഖ്യാപിച്ചത് ഇപ്പോഴത്തെ മുഖ്യൻ സതീഷിനാണ്. വയനാട് പെട്ടെന്നെത്താനുള്ള തുരങ്കപാതയുണ്ടല്ലോ, അതിനൊക്കെ ഞങ്ങൾ എതിർക്കും, വളരെ ശക്തിയായി എതിർക്കും എന്ന് പറഞ്ഞതും സതീശൻ തന്നെയാണ്. അന്ന് കെ റെയിലിനെതിരെ സമരം നടത്താനും മഞ്ഞക്കുറ്റി പറിക്കാനും മുന്നിട്ടിറങ്ങിയവർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത പണിയും കെ റെയിൽ പദ്ധതി ഉപേക്ഷിക്കലാണ്. എന്തോ ഒരു വലിയ ചെലവുള്ള കാര്യം ചെയ്ത പോലെയാണ് പൂക്കിയ മുഖ്യൻ അത് പ്രഖ്യാപിച്ചത്. എന്നിട്ടിപ്പോ മെട്രോമാൻ ശ്രീധരൻ ഒരു സെമി സ്പീഡ് റെയിൽ പദ്ധതിയുമായി വന്നപ്പോൾ അതിൻ്റെ പുറകെ പോവുകയാണ് അതേ സതീശൻ. ശ്രീധരൻ സംഖ്യ ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവരുന്ന പദ്ധതിയോടുള്ള എതിർപ്പൊന്നും പൂക്കിക്കൊണ്ടാവാനിടയില്ല. അതാണല്ലോ മൂപ്പരുടെ ഇപ്പോഴത്തെ ഒരു ഇരിപ്പുവശം. എന്നാൽ കെ റെയിൽ പദ്ധതിയേക്കാൾ 40% ചെലവ് വരുന്ന പുതിയ പദ്ധതിയെക്കുറിച്ചും അതിലെ യാത്രാ ചെലവിനെക്കുറിച്ചും ഇതിനോടകം തന്നെ വലിയ ആശങ്കകളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിനിടയിലാണ് ശ്രീധരന്റെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രാജ്യസഭാംഗം കൂടിയായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് രംഗത്ത് വന്നിട്ടുള്ളത്. അതും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തനിക്ക് പാർലമെന്റിൽ കൊടുത്ത ഒരു മറുപടി, അതായത് ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ ഒരു വീഡിയോ അടക്കം കാണിച്ചാണ് ബ്രിട്ടാസ് ഇപ്പോൾ ഒരു മറുപടിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതോടെ വെട്ടിലായിരിക്കുന്നത് സതീശൻ മാത്രമല്ല, മെട്രോമാൻ ശ്രീധരൻ കൂടിയാണ്. തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് ജോൺ ബ്രിട്ടാസ് ഇക്കാര്യം പറഞ്ഞത്. അതിങ്ങനെ: ഹായ്, മലയാളിയുടെ യാത്രാ സ്വപ്നത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഞാനും പങ്കെടുക്കട്ടെ. മലയാളിക്ക് ഒരു അതിവേഗ റെയിൽവേ പാത വേണമെന്ന ഒരു നിലയ്ക്ക് UDF എത്തിയിരിക്കുകയാണ്. UDF നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ട്, UDF നേതാക്കന്മാർ, മലയാളിക്ക് ഇത്ര വേഗത്തിൽ സഞ്ചരിക്കേണ്ട എന്ത് കാര്യമുള്ളത്, അല്പം സാവധാനത്തിലങ്ങ് പോയാൽ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പോൾ കേരളത്തിന് ഒരു അതിവേഗ പാത, റെയിൽവേ പാത വേണമെന്ന് ഒരു താല്പര്യം ജനിച്ചിരിക്കുകയാണ്. നല്ല കാര്യമാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. വികസനത്തിൽ രാഷ്ട്രീയമുണ്ട്. ആരുടെ വികസനം, എന്തിനു വേണ്ടിയുള്ള വികസനം, ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ വികസന പദ്ധതികളിലേക്ക് കക്ഷി രാഷ്ട്രീയത്തെ കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ഒരു നിഷേധാത്മകമായ രാഷ്ട്രീയം ഉടലെടുക്കുന്നത്. കേരളത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒന്ന് വികസന പദ്ധതികളിലേക്ക് രാഷ്ട്രീയത്തെ കടത്തിവിട്ടതാണ്. ഞാൻ ഉദ്ദേശിച്ചത് കക്ഷി രാഷ്ട്രീയത്തെ. ഇന്ന് കേരളത്തിന്റെ അതിവേഗ റെയിൽപാതയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വരുന്നത് ശ്രീധരന്റെ പദ്ധതിയാണ്. അദ്ദേഹം പൂജപ്പുര മുതൽ കണ്ണൂർ വരെയുള്ള ഒരു പാതയാണ് വിഭാവനം ചെയ്തത്. കാസർഗോഡില്ല കേട്ടോ, കണ്ണൂർ വരെയുള്ള. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, തൂണിൽ മേൽപോട്ട് ഉയർത്തിയിട്ടുള്ള അതിവേഗ പാത. അതിനുവേണ്ടി അദ്ദേഹം ചിലവായി കാണുന്നത് 1 കിലോമീറ്ററിന് 127-150 കോടി രൂപയാണ്. ഒരു 65,000 കോടി രൂപയുടെ പദ്ധതി UDF ഗവൺമെന്റ് ഉപേക്ഷിച്ച കെ റെയിലുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെലവ് പകുതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒറ്റനോട്ടത്തിൽ വളരെ ആശ്വാസമായിട്ടുള്ള ഒരു പ്രപ്പോസലാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കേന്ദ്ര മന്ത്രാലയവുമായി, റെയിൽവേ മന്ത്രാലയവുമായി ഇടപെട്ട, പാർലമെന്റിൽ വിഷയം ഉന്നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ചില കാര്യങ്ങൾ എനിക്ക് ബോധിപ്പിക്കാനുണ്ട്. ശ്രീധരന്റെ ഈ പദ്ധതി റെയിൽവേ മന്ത്രാലയത്തിൽ നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നതാണ്. ഇതേക്കുറിച്ച് പാർലമെന്റിൽ ചോദ്യോത്തരവേളയിൽ റെയിൽവേ മന്ത്രിയോട് ഞാൻ തിരിച്ചും മറിച്ചും ചോദിച്ചിരുന്നു. അദ്ദേഹം പരോക്ഷമായിട്ട്, എന്നാൽ അദ്ദേഹത്തിന് ശ്രീധരനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ശ്രീധരൻ എന്ന് പറയുന്നത് BJPയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്, അവരുടെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്,
ഈ ശ്രീധരൻ പറയുന്നത് പോലെയല്ല. 1 കിലോമീറ്ററിന് 300 കോടി രൂപയെങ്കിലും ചെലവാക്കിയാൽ മാത്രമേ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന പാത യാഥാർത്ഥ്യമാകുള്ളൂ. Dr. Sridharan's proposal basically says that the state government has no expertise in railways. Second, he says his proposal is basically for a 180 kmph railway line. He has given option of 16 tons low axle load railway line at standard gauge, and he has proposed a elevated line throughout the entire north to south in Kerala. His estimate is about 54,000 crore rupees for the elevated line. We have examined it in full detail. We are actually we intend to call him very soon for discussions on this proposal. Normally elevated lines cost about 300 crore rupees per kilometer. എന്ന് വെച്ചാൽ യഥാർത്ഥ ചെലവിന്റെ പകുതി മാത്രമാണ് ഈ ശ്രീധരൻ തന്റെ പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് മന്ത്രി പാർലമെന്റ് തലത്തിൽ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഈ ശ്രീധരൻ വിഭാവനം ചെയ്ത രീതിയിലുള്ള പാത യാഥാർത്ഥ്യമാകണമെങ്കിൽ 1.5 ലക്ഷം കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്ന് അശ്വിനി വൈഷ്ണവ് കൃത്യമായി പാർലമെന്റിൽ ബോധിപ്പിച്ചു. അപ്പൊ ഇനി എന്താണ് നമ്മുടെ മുമ്പിലുള്ള വഴി? എന്തായാലും ഈ ശ്രീധരന്റെ പ്രപ്പോസൽ പ്രകാരം മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് റെയിൽവേ മന്ത്രാലയം പറഞ്ഞു. അന്ന് ഈ ശ്രീധരനെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ച് ചർച്ച ചെയ്യുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ചർച്ച നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം റെയിൽവേ ബോർഡിന് അറിയാം. ഇപ്പോൾ കേരളത്തിലെ അതിശക്തിയായി എതിർത്ത UDF-നെ പിന്തുണച്ച മലയാള മനോരമയ്ക്ക് തന്നെ കാര്യം യാഥാർത്ഥ്യം ബോധ്യമായി. മനോരമ ഇന്ന് വാർത്തയിൽ പരോക്ഷമായി പറഞ്ഞിട്ടുണ്ട് ഈ ശ്രീധരന്റെ പദ്ധതി അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളത്. ഇനി നമ്മുടെ മുമ്പിലുള്ള 2 വഴികൾ നിന്നാണ്. ഒരു വഴി പരമ്പരാഗതമായി ഇന്ന് കേരളത്തിലുള്ള ഈ ഡബിൾ പാത അത് 3ഉം 4ഉമായിട്ട് വികസിപ്പിക്കുക. അതിന്റെ അപകടം ഞാൻ പറഞ്ഞുതരാം. റെയിൽവേ ഏറ്റെടുത്തിട്ടുള്ള ഒരു പദ്ധതിയും കേരളത്തില് 10 വർഷം കൊണ്ടോ 15 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടോ പൂർത്തിയായിട്ടില്ല. പതിറ്റാണ്ടുകളെടുക്കും. ശബരിപാത 28 വർഷവും മറ്റായി ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. എന്തിനേറെ ചെറിയൊരു നേമൻ ടെർമിനലിന് വേണ്ടി ഒരു വ്യാഴവട്ടം 12-13 വർഷം കഴിഞ്ഞിട്ടും അത് യാഥാർത്ഥ്യമായിട്ടില്ല. അതാണ് റെയിൽവേയുടെ രീതി. ഇനി അതല്ല എങ്കിൽ ഈ കേരളത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരൊക്കെ സ്വീകരിച്ചുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും കൂടി സംയുക്തമായിട്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കുക, പ്രായോഗികമായിട്ടുള്ള പദ്ധതി. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ദുരഭിമാനമൊന്നും വേണ്ടതില്ലെന്ന്. നിങ്ങൾ വേണമെങ്കിൽ കേരളയിലെ സിൽവർ ലൈൻ എന്നൊക്കെ മാറ്റിയിട്ട് ആ പേരൊക്കെ മാറ്റി വേറൊരു പേരിട്ട് കൊണ്ടുവന്നാൽ മതി. നമുക്ക് നല്ലൊരു പാത വേണമെന്നല്ലേ ഉള്ളൂ. അത് പിണറായി കൊണ്ടുവന്ന പദ്ധതി അല്ല നിങ്ങൾ പറഞ്ഞോളൂ, ഇത് ഞങ്ങളുടെ വേറെയാണെന്ന് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് UDF-നോട് പറയാനുള്ളത്, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച 7 ഹൈസ്പീഡ് കോറിഡോർ ഉണ്ട്. അതിൽ ചെന്നൈ വരേക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഹൈസ്പീഡ് കോറിഡോർ കേരളത്തിലേക്കും കൂടി ദീർഘിപ്പിക്കുക, അതിന്റെ ഒരു സൗകര്യം മലയാളിക്ക് ലഭിക്കുക. അതൊക്കെ എത്ര കണ്ട് പ്രായോഗികമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ യഥാർത്ഥ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തൂടെ മലയാളിക്ക് പൂർണ്ണമായും വേഗതയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിവേഗ റെയിൽ പാതയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അത് പിന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ നീട്ടുന്നതിന് തടസ്സമൊന്നുമില്ല. അത്തരൊരു പദ്ധതിയാണ് നമുക്ക് വേണ്ടത്. ആ പദ്ധതി യാഥാർത്ഥ്യമാകാൻ എന്ത് ചെയ്യണമെന്ന് പഴയ ഈ പറയുന്ന പോലെ നിഷേധാത്മക രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് സർഗാത്മകമായി, സക്രിയമായി, ക്രിയാത്മകമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുക. പഴയ മാറാലകളൊക്കെ അടിച്ച് വൃത്തിയാക്കുക. സ്പഷ്ടതയോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിവരമ്പിനപ്പുറത്ത് കേരളത്തിന്റെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ വികസനത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.